കേരളത്തിൽ പാലിയേറ്റീവ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഈ ഒരു ദിവസത്തിൽ പറയാനുള്ളത്, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു അസുഖമാണ് ഇപ്പോൾ സ്ട്രോക്ക്. അതിനാണെങ്കിൽ നമുക്ക് സ്ട്രോക്ക് വന്നാൽ ഒരു ഭാഗത്ത് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അതിന് ഏറ്റവും കൂടുതലായിട്ട് പാലിയേറ്റീവ് കെയർ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ സ്ട്രോക്ക് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു പാലിയേറ്റീവ് കെയർ ഡേയിൽ എനിക്ക് പറയാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഈ 3 അസുഖങ്ങളെയും ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ ജീവിത രീതി അതിനനുസരിച്ചിട്ട് രാവിലെ നേരത്തെ എണീക്കുക, എക്സസൈസ് ചെയ്യുക, കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക, പിന്നെ ഓവറായിട്ടുള്ള ആ ഒരു മെന്റൽ സ്ട്രെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ജീവിതമാണ്, അപ്പൊ പല സാഹചര്യങ്ങളും പ്രതിസന്ധികളും നമുക്ക് വരും. പക്ഷെ ആ പ്രതിസന്ധികളെ മറികടക്കാനുള്ള സൊല്യൂഷൻസും അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് നമ്മൾ കണ്ട് തിരിച്ചറിഞ്ഞ് സമയമെടുത്ത് അങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ട്രെസ് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലേക്കും ശരീരത്തിലേക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രോക്ക് പോലത്തെ അല്ലെങ്കിൽ അറ്റാക്ക് പോലത്തെ അസുഖങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിത രീതി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം. താങ്ക് യു.